അധ്യാത്മരാമായണം, അയോധ്യാകാന്ഡം, ഭരതൻ്റെ വനയാത്ര തുടർച്ച. രാമനോടുള്ള ഭരതൻ്റെ സ്നേഹവചനങ്ങൾ കേട്ട് ഭരദ്വാജമുനി സന്തോഷത്താൽ കുമാരനെ പുണർന്നു. എനിക്ക് എല്ലാം തന്നെ അറിയാവുന്നതാണ്. നിനക്കും നിൻ്റെ കൂടെ എത്തിയവർക്കും ഇന്ന് എൻ്റെ വക സൽക്കാരമെന്നും പറഞ്ഞു. മുനി കാമധേനുവിൻ്റെ സഹായത്താൽ ദേവലോക സമ്മാനമായി തന്നെ എല്ലാം ഒരുക്കി. ഭോജ്യത്താലും പൂജാദികളാലും ഗുരുവരന്മാരെയും യഥോചിതം അദ്ദേഹം പരിഗണിച്ചു. അന്നത്തെ രാത്രി എല്ലാവരും അവിടെ കഴിച്ചു. അടുത്ത പ്രഭാതത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം എല്ലാവരും ഭരദ്വാജമുനിയെ വന്ദിച്ചു ചിത്രകൂടത്തിലേക്ക് ഗുഹനോടൊപ്പം യാത്രയായി. താപസന്മാരോടൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഒടുവിൽ ശ്രീരാമചന്ദ്ര ആശ്രമം കണ്ടു. പുഷ്പഫലാദികളാലും എല്ലാ തരത്തിലും ധന്യമായി വിസ്മയം ജനിപ്പിക്കുന്ന സ്ഥലം. ദൂരെ നിന്ന് ഭരതൻ സോദരനെ കണ്ടു. ആനന്ദവും സന്താപവും കലർന്ന സമ്മിശ്ര വികാരത്താൽ ആർത്തലച്ചു കരഞ്ഞു സ്തുതിച്ചു. ശ്രീരാമപാദം പതിഞ്ഞ മണ്ണുവാരി ദേഹത്ത് പൂശിയും ശേഷം ചെന്ന് സഹോദരപാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ സഹോദരന്മാർ രണ്ടുപേരെയും എടുത്ത് എഴുന്നേൽപ്പിച്ചു ആലിംഗനം ചെയ്തു. കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. കരയുന്ന അമ്മയെ കണ്ട് ഓടിച്ചെന്ന് രാമൻ പാദങ്ങളിൽ വീണു നമിച്ചു. മാതാസമരായിട്ടുള്ളവരെയും മറ്റും ആദരവോടെ അദ്ദേഹം നമിച്ചു. വസിഷ്ഠ ഗുരുവിനെ രാമൻ സാഷ്ടാംഗം നമസ്കരിച്ച ശേഷം അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചു. മരണവിവരം ഗുരു പറഞ്ഞറിയുന്നു. ശൂലമേറ്റ കർണം പോലെ രാമൻ ആർത്തലച്ചു കുറേ നേരം കരഞ്ഞു. ശേഷം വസിഷ്ഠൻ ആശ്വസിപ്പിച്ചു. ഗുരു സാന്നിധ്യത്തിൽ പിതൃകർമ്മങ്ങൾ ചെയ്തു. ശേഷം അന്ന് എല്ലാവരും ഉപവാസത്തിൽ കഴിച്ചു. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാനു കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകോല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്ങൾ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ. വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞ് ഉറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമ അജമ്യമുനീന്ദ്രന്. ഏകാഗ്രമാനസനായ അതിവിദ്രുതം കോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനിതമാരായി ലതകളും. ഭാവനാ വൈഭവം എത്രയും അദ്ഭുതം. ഭക്തവക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റു ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണാശാസ്ത്രാദുഷ്ടേന വസിഷ്ഠനെ സമോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പാശ്ചാത് സസൈന്യം ഭരതം സസോദരമിച്ചാനുരൂപേണ പൂജിച്ച് അനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിവേ
ഉദ്ധാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്തം ആരാഞ്ഞു നാനാ തപോധന മണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചും അത്യാദരം. പുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുദാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാർ അരുൾ ചെയ്തു. ഉത്തരതീരെ സുരതരിതസ്ഥലെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണവല്ലീതരുഷഷ്പരമണീയഗാനന മണ്ഡലേ. ആമ്രകദളി ബഹുളവനസങ്ങളാമ്രാതകാർജുന നാഗപുനാഗങ്ങൾ കേരപുകങ്ങളും കോവിതാരങ്ങളും മേരന്ധ ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലി ശാലികളായതമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗപ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും. വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലം കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായതിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരംബരം. ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹരിപാദപാം സുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും യുദ്ധമോർത്തത്ഭുത പ്രേമരസാപ്ലൂത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദിവൃന്ദാരക വൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോര സ്ഥലമിന്ദ്രാവരജമിന്ദീവരലോചനം
ദൂർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദലക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദുൽസമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനം അവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരവല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരഭിവത്സങ്ങളും അണച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രതൃഷാർത്തമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഢമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂഢമോദം മുല്ലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഢമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാനെത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. ആദനു സൗഖ്യമല്ലീ നിജമാനസെ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്ന് ചൊന്നതെന്നോട് ചൊല്ലിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ കാതോദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു.
രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിപ്പൂ സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചൈർ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാ ഹതോഹമനാദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരാനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം ഉദക ക്രിയയും ചെയ്താർ. പിണ്ഡം മധു സഹിതേം ഗുതി സൽഫല വിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽകൂ പിതൃക്കൾക്കും എന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തത സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത്. സ്നാനദാനാനന്തരം പ്രാപിച്ചിതാശ്രമം. അന്ന് ഉപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.